നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തരിശായി കിടക്കുന്ന മരുഭൂമിയിൽ കടും ചിന്തകളുമായി അറബികളെ ഇരുട്ടിൽ നിന്ന് അകറ്റി അവിടെ ഉണ്ടായിരുന്ന കൂടോത്തരങ്ങളെയും ദുസ്വഭാവങ്ങളെയും ജാഹിലിയായ സംസ്കാരത്തെയും മാറ്റി അഖില ലോക നേതാക്കളാക്കി മാറ്റി വിനയത്തിന്റെ കിടാത്ത വിളക്കുകളുമാക്കി സുന്ദരമായ സംസ്കാരത്തിന്റെ ഉജ്ജ്വല പ്രതീകങ്ങളാക്കി മാറ്റിയതിന്റെ മഹത്വം വിശ്വഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. Dr. Bernard Shaw പറയുന്നു, I like Muhammad's ability. Muhammad was not only a prophet but also society scientist sociality. ഞാൻ മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടുന്നു. മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പ്രവാചകൻ മാത്രമല്ല, മറിച്ച് ഒരു ശാസ്ത്രജ്ഞനും ഒരു സാമൂഹ്യ പരിഷ്കർത്താവുമാണ്. നടക്കുന്ന മൃഗങ്ങളെയും പറക്കുന്ന പക്ഷികളെയും ഇഴയുന്ന ജന്തുക്കളെയും നീന്തുന്ന മത്സ്യങ്ങളെയും ഒരു കലർന്ന ജാതി വ്യത്യാസങ്ങളാക്കി തർക്കിച്ചിരുന്ന ലോക ജനതയെ ഏകോപന സഹോദരങ്ങളാക്കി മാറ്റി. കറുത്തവനേക്കാൾ വെളുത്തവനോ അലർപ്പനേക്കാൾ അലിപ്പിക്കോ എന്ന സ്ഥാനം കൽപ്പിക്കാതെ ഹൃദയശുദ്ധി കൊണ്ട് ശിഷ്ടാവിലേക്ക് കടക്കുന്നവന് പദവി നൽകി ബഹുമാനിച്ച കാലഘട്ടത്തിന്റെ അഷ്ടവുമായ വിഭോജനത്തിന്റെ പാത തെളിയിച്ചു കൊടുത്ത ഹബീബുന മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആൽസാദിനവും സമ്പത്തും ഭരണാധിപത്യം കിരീടം സ്വർണ്ണം മുത്തി മാണിക്യം മരകമല്ല തന്റെ കാലിനടിയിലിരിക്കവേ ചുട്ടാത്ത മണ്ണ് കൊണ്ട് പണിതുയർത്തിയ മനുഷ്യന്റെ വീട്ടിൽ ഈത്തപ്പനോലകൾ കൊണ്ടുള്ള കൂടക്കുകളിൽ ദിവസം വീട്ടുപണി ചെയ്ത് സ്വന്തം കൈകൊണ്ട് അടിച്ചു വൃത്തിയാക്കി കീഴിപ്പായ പിരിച്ച് AC ഇല്ലാതെ ഫാനില്ലാതെ മരുഭൂമിയുടെ മണ്ണിൽ അന്ത്യോദയ രാജാക്കന്മാരുടെ രാജനായ ചക്രവർത്തിമാരുടെ ചക്രവർത്തിയായ ഹബീബുന മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പാൽ കുടിക്കുകയും പാലിൽ കുടിക്കുകയും ചെയ്യുന്ന ഭരണാധികാരികളാണ് ഇന്ന് ലോകത്തുള്ളത്. എന്നാൽ താൽക്കാലികളെ തീറ്റിച്ച് സ്വന്തം കൈക്കൊണ്ട് പാൽ കറക്കുകയും അങ്ങാടിയിൽ പോയി സാധനം വാങ്ങിച്ച് സ്വന്തം കൈക്കൊണ്ട് അത് തൂക്കിപ്പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരികയും വീട്ടുകാരെയും അയൽവാസികളെയും സഹായിച്ച് സ്വന്തം കൈക്കൊണ്ട് ചെരുപ്പ് തുന്നുകയും വസ്ത്രം വെച്ച് പിടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഭരണാധികാരി ലോകത്തുണ്ടെങ്കിൽ അത് ഹബീബുന മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാതെ മറ്റാരുമില്ലെന്ന് നമ്മൾക്ക് ഇവിടെ മനസ്സിലാക്കാം. അതുകൊണ്ട് ലോകത്തിന്റെ തുല്യതയില്ലാതെ സ്നേഹിക്കപ്പെടുകയും അതിനേക്കാൾ തുല്യതയില്ലാതെ സ്നേഹം പകർന്നു നൽകുകയും ചെയ്ത ഒരു നേതാവാണ് ഹബീബുന മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വമാ അർസൽനാ ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ലോകത്തിന്റെ കാരുണ്യമായിട്ടാണ് അല്ലാഹു അങ്ങനെ സംവിധാനിച്ചത്. അതുകൊണ്ട് ലോകത്തിന്റെ കാരുണ്യമായി അവതരിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമ്മൾക്കുള്ള ഈ കടപ്പാട് പറഞ്ഞു തീർക്കാനാവുന്നതല്ല. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്കറിയില്ലേ ആ പുണ്യാത മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ സമയത്ത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം റൂഹ് പിടിക്കാൻ വേണ്ടി വന്നപ്പോൾ വേദന തോന്നിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയുണ്ടായി, ഓ നബിയേ, അങ്ങയുടെ റൂഹ് പിടിക്കുന്നത് എന്നിൽ നിന്ന് നൂലിനെ വലിച്ചെടുക്കുന്നത് പോലെയാണ്. എന്നാൽ അങ്ങയുടെ ഉമ്മത്തിന്റെ റൂഹ് പിടിക്കുന്നത് ഉള്ളിൽ നിന്ന് ശിറായ വലിച്ചെടുക്കുന്നത് പോലെയാണ്. ഇത് കേട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണവേദനയിൽ പൊട്ടിക്കരയുകയുണ്ടായി. ആ പുണ്യാല മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാനും അനുതാപനം ചെയ്യാനും നാഥൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ ആമീൻ. വാഹിദു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.